നോക്കണേ, തോരടിപ്പഴം കഴിച്ചിട്ടുണ്ട് ആരെങ്കിലും. നമ്മളിതാ സെക്കിന്റെ വീട്ടിൽ വന്നതാണ്, അവിടെ പാടത്തേക്കൊന്ന് വന്നതാണ് കേട്ടോ. അപ്പൊ അതാ എപ്പോഴും ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ റീൽസ് കാണാറുണ്ട്, തോരടിപ്പഴം ഇങ്ങനെ കലകലോനെ പറിക്കണത്. ഇതിൽ ഇത്തിരി ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ എന്താ അതിന് പറയാന്ന് അറിയില്ല. ചെറുതാകുമ്പോൾ കുറച്ച് കൊഴുപ്പുണ്ടാവും കേട്ടോ, പക്ഷെ പഴുത്തത് കഴിക്കാൻ നല്ല രസാട്ടോ. കുട്ടി തോരടിപ്പഴം പറിക്കാട്ടോ, കാണിക്കാൻ മാത്രമൊന്നും ഇല്ല, ഇത്തിരി ഉള്ളൂ. ആ വലിയ മരമാണ്. ഇതിന്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ മരങ്ങൾ വന്നിട്ട് ഇങ്ങോട്ട് കൊമ്പ് ചുണ്ടിക്കിങ്ങോട്ട് ഉള്ളിലോട്ട് പുറത്തേക്ക് തള്ളി വന്നതാട്ടോ. മേലക്കൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടോ. അപ്പൊ കാണിച്ചു തരാനും എപ്പോഴും ഈ പഴത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആർക്കും മനസ്സിലാവൂല. അപ്പൊ ശരിക്കും ഇതിന് മുള്ളുംപഴം എന്നും പറയും, കരടിപ്പഴം എന്ന് പറയും. ഇതൊക്കെ നമ്മൾ പറങ്കിമാവിന്റെ മേലെ കയറിയിട്ട് ഈ മരം കണ്ട് വലുതായിട്ടുണ്ടാവും. ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു നഷ്ടം എന്താന്ന് പറയാനല്ല. ഒരുപാട് പറിച്ച് മടിയിലിട്ട് ഇങ്ങനെ കൊണ്ടുവരും. നമ്മൾ പാവാടി ഉടുപ്പൊക്കെ ഉണ്ടല്ലോ, അതിലിട്ടൊക്കെ കൊണ്ടൊക്കെ കഴിക്കുന്ന ഒരു പഴമാണ് ഇതൊക്കെ ഉണ്ടാവും. നല്ല രസമാണ്, ഒരു പുളിപ്പും മധുരമൊക്കെ ആയിട്ട്.